ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കടയിൽ പോയതാണ്. കുറച്ച് വെണ്ടക്ക മേടിക്കാൻ വേണ്ടി പോയതാണ്. ഞങ്ങളുടെ വീടിന് തൊട്ട് മുമ്പ് തന്നെയാണ് കട. അപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനമൊക്കെ അവിടെ നിന്ന് കിട്ടും. അപ്പോൾ വെണ്ടക്ക കിട്ടിയിട്ടില്ല, അപ്പം കുറച്ച് ബീൻസ് കിട്ടി. പിന്നെ രാവിലെ തന്നെ നല്ല മഴയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചൊന്ന് പൊതിച്ചോറ് ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മെഴുക്ക് വരട്ടിക്ക് വേണ്ടി ബീൻസൊക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചു. പിന്നെ കടായി സ്റ്റൗവിലേക്ക് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കറിവേപ്പിട്ട് സവോള കട്ട് ചെയ്തതും കൂടി ഇട്ട് കുറച്ച് തേങ്ങാക്കൊത്തും ഇട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ഇട്ട് ബീൻസും കൂടി അതിനകത്ത് ഇട്ടിട്ട് 2 പച്ചമുളകും ഒക്കെ കീറിയിട്ട് അതിനെ ഒന്ന് വഴറ്റാൻ വേണ്ടി മാറ്റി വെച്ചു. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വൻപയറും ഇട്ട് അതിലേക്ക് കുറച്ച് മത്തൻ കട്ട് ചെയ്ത് ഇട്ടിട്ട് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കുക്കറിൽ 2 വിസിലടിച്ച് മാറ്റി വെച്ചു. പിന്നെ നമ്മളെ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മളതിന് വറവിന് വേണ്ടിയിട്ട് കടായിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് അല്പം തേങ്ങ ഇട്ട്, തേങ്ങ വറുത്തത് മസ്റ്റാണ് കേട്ടോ എരിശ്ശേരിക്ക്. കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് നമ്മളെ വറവും അതിൻ്റെ കറിയിലേക്ക് മാറ്റി വെച്ചു. പിന്നെ നമുക്ക് തേങ്ങ ചമ്മന്തിയും കൂടെ വേണം. പൊതിച്ചോറിന് തേങ്ങാ ചമ്മന്തി മസ്റ്റാണ്. അപ്പോൾ അങ്ങനെ ഇലയൊക്കെ മുറിച്ച് വാട്ടിയെടുത്ത് കൊണ്ടുവന്ന് ചോറൊക്കെ അതിലേക്ക് വിളമ്പി നമ്മളെ തേങ്ങാ ചമ്മന്തിയും വെച്ച് ഒരു മുട്ട പൊരിച്ചതും കൂടി വെച്ച് നമ്മളെ മെഴുക്ക് വരട്ടി, അച്ചാറ്, നമ്മളെ കറിയും കൂടെ ഒഴിച്ച് നല്ല ചൂടോടുകൂടി അതിനെ നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് മാറ്റി വെക്കുക. അപ്പം ഞാനിത് രാവിലെ തന്നെ റെഡിയാക്കി മാറ്റി വെച്ച് ഒരു ഉച്ചയാകുമ്പം കഴിക്കുമ്പോൾ ആ ഇലയുടെ ആ ഒരു സ്മെല്ലും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം അങ്ങനെ മാറ്റി വെച്ച് ഞാൻ ബാക്കി കുറച്ച് പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതുകൊണ്ട് അതൊക്കെ ചെയ്ത് വന്ന് ഒരു ഉച്ചയാകുമ്പോഴത്തേനും നല്ലൊരു മഴയും വന്നു. പിന്നെ തണുക്കാതെ പോയിരുന്ന് ഇലയൊക്കെ തുറന്ന് വെച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ തുടങ്ങി. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി കഴിക്കുക. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുഞ്ഞ് വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.